ഇത് OnePlusന്റെ ആദ്യ ബഡ്സ് പ്രോ, അതുപോലെ ഇതെന്ന് പറയുന്ന OnePlusന്റെ ബഡ്സ് 2 പ്രോ, ഇത് വന്നിട്ട് OnePlus ബഡ്സ് 3. എന്നാൽ ഇപ്പോൾ OnePlus ബഡ്സ് 3 പ്രോ എന്ന പേരിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റും OnePlus ഇതുപോലെ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് OnePlus ബഡ്സ് പ്രോ 3 എന്ന് പറയുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് വരുന്നത്. ഓർക്ക് കഴിഞ്ഞ പ്രാവശ്യമുള്ള ബഡ്സ് പ്രോ 2 ഒക്കെ വന്ന ബോക്സിൽ നിന്ന് ഇത്തവണത്തെ ബഡ്സ് പ്രോ 3യുടെ ബോക്സ് ചെറിയൊരു വ്യത്യാസം നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇതുവരെ റെഡ് വിത്ത് വൈറ്റ് കളറിലുള്ള ഒരു ബോക്സിലായിരുന്നു OnePlusന്റെ പ്രോഡക്റ്റുകൾ വന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഞാനൊരു റെഡ് വിത്ത് ബ്ലാക്ക് കളറിലുള്ള ഒരു ബോക്സ് ഞാനിങ്ങനെ കാണുന്നത്. എന്തായാലും കുറച്ചുകൂടെ കാണാൻ ഇപ്പോഴാണ് ക്യൂട്ടായിരിക്കുന്നത്. അതുപോലെ ബഡ്സ് പ്രോ 2ൻ്റെ ബോക്സിനേക്കാൾ കുറച്ചുകൂടെ സൈസ് നോക്കിയാൽ വളരെ കുറവാണ് ഈ ഒരു ബോക്സിന്. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ സൈസ് അല്ല നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്, നമുക്ക് പ്രോഡക്റ്റിനെ പറ്റിയാണ് കൂടുതൽ അറിയേണ്ടത്. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അതുപോലെ തന്നെ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, ഇവിടെ OnePlus ഡൈന ഓഡിയോ സപ്പോർട്ട് ഉണ്ടെന്ന് ഇവിടെ ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ ഇതുപോലെ നെവർ സെറ്റിൽ എന്ന് പറയുന്ന ഒരു പേപ്പർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ ഇവരുടെ റെഡ് കേബിൾ മെമ്പർഷിപ്പ് കാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബഡ്സ് പ്രോ 3യുടെ ഒരു യൂസർ മാനുവൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ അടിയിലായിട്ട് ഇത്തരത്തിൽ 2 പേപ്പർ ബോക്സുകളുണ്ട്. ഒന്നിനകത്ത് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള A to C റെഡ് കേബിൾ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇനി ഒരു ബോക്സ് കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 3 ജോഡി എക്സ്ട്രാ ഇയർ ടിപ്പുകൾ ഈ ഒരു പ്രോഡക്റ്റിനോടൊപ്പം വരുന്നുണ്ട്. ഓക്കെ, ഏറ്റവും വലുത് വലിയ ചെവിയുള്ളവർക്കൊക്കെ ഏറ്റവും വലുതിടാം. അതുപോലെ 3 വ്യത്യസ്ത സൈസുകൾ. അപ്പോൾ സാധാരണ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലൊക്കെ 2 ജോഡിയാണ് എക്സ്ട്രാ വരുന്നത്. ഒരു ജോഡി ആൾറെഡി അതിനകത്ത് ഫിറ്റഡ് ആയിരിക്കും. ഇതിനകത്ത് ഒരു ജോഡി ആൾറെഡി ഫിറ്റഡ് ആണ്. കൂടാതെ 3 ജോഡി ഇയർ ട്രിപ്പുകളും എക്സ്ട്രാ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുന്നു നമ്മളുടെ ഇതിൻ്റെ ഒരു ചാർജിങ് കേസ്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഫോക്സ് ലെതർ ഫിനിഷാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റൗണ്ടഡ് സ്ക്വയർ ഷേപ്പിൽ നിന്ന് മാറി ഒരു ഓവൽ ഷേപ്പിലേക്ക് ബഡ്സ് പ്രോ 3യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആ ഡിസൈനിൽ വന്ന വ്യത്യാസം, ചാർജിങ് കേസിന്റെ ഡിസൈനിൽ വന്ന വ്യത്യാസം കാര്യമായിട്ട് വിസിബിൾ ആണ് ഇവിടെ. OnePlus ബഡ്സ് 3 പ്രോയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ ആ ഒരു ചാർജിങ് കേസിന്റെ ഷേപ്പ് ഇത്തരത്തിലൊരു ഓവൽ ഷേപ്പിലേക്ക് OnePlus മാറ്റി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ഈ ഒരു ചാർജിങ് കേസിന്റെ ഇപ്പോഴത്തെ ഷേപ്പ് എന്ന് പറയുന്നത് അടുത്തിടെ തന്നെ OnePlus പുറത്തിറക്കിയ OnePlus നോഡ് ബഡ്സ് 3 പ്രോ അതിന്റെ ഷേപ്പിനോട് ഏകദേശം സാമ്യമാണ്. കണ്ടില്ല, ആ ഒരു ഓവൽ ഷേപ്പ് കണ്ടില്ലേ, രണ്ടും ഏകദേശം സാമ്യമാണ്. എന്നാൽ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോഡക്റ്റ് ആണ് OnePlusന്റെ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ലെതർ ഫിനിഷ് ഒക്കെ കൊടുത്തുകൊണ്ട് ഇപ്പോഴൊക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോണുകളുടെയൊക്കെ ബാക്ക് പോലെ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടും ബാക്കും കണ്ടില്ല, ഇത്തരത്തിലൊരു ഫോക്സ് ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന മിക്ക സ്മാർട്ട് ഫോണുകളുടെയും ബാക്ക് ഇത്തരത്തിൽ വീഗൻ ലെതർ ഫിനിഷും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ആ ഒരു സ്റ്റൈൽ എന്തായാലും OnePlus പിടിച്ചിട്ടുണ്ട്. ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ബോഡി നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ഭാഗം കണ്ടില്ല, സ്മാർട്ട് ഫോണുകളിലേക്ക് ആ ഒരു ഫ്രെയിമിനെ നമുക്ക് ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ബാക്കിൽ ഇത്തരത്തിൽ ഡൈന ഓഡിയോ സപ്പോർട്ട് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. OnePlusന്റെ ബഡ്സ് 2 പ്രോയിലും അത്തരത്തിൽ ഡൈന ഓഡിയോയുടെ ഒക്കെ സപ്പോർട്ട് കൊടുത്തിരുന്നു. ഈ ഒരു ചാർജിങ് കേസ് മൊത്തത്തിൽ അതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ പറഞ്ഞാൽ മനോഹരമാണ്. ഇയർ ബഡുകൾ ഇതിനകത്തുനിന്ന് അങ്ങനെ വളരെ പെട്ടെന്നൊന്നും തെറിച്ച് പോവുകയൊന്നുമില്ല, അങ്ങനെയൊന്നും പേടിക്കേണ്ട. കാരണം നല്ല സ്ട്രോങ് മാഗ്നറ്റ് കൊണ്ട് അതിനകത്ത് അറ്റാച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇയർ ബഡുകൾ ഇതുപോലെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെമ്മിന്റെ ഭാഗം ഇത്തരത്തിൽ ഗ്ലോസി ഫിനിഷ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന OnePlus ബഡ്സ് 2 പ്രോ അതെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെമ്മുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ സ്റ്റെമ്മിന്റെ ലെങ്ത് ഇവിടെ ബഡ്സ് പ്രോ 3യിൽ ഒരല്പം കൂടിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഗ്ലോസി ഫിനിഷ് ഭാഗം ബഡ്സ് 2 പ്രോയിൽ വളരെ കുറച്ച് ഏരിയയിൽ മാത്രമേ സ്റ്റെമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇനി മുകളിൽ നിന്നേ ഉണ്ട്. എന്ത് തന്നെയാലും ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് ഇത് ചെവിയിലേക്ക് വെക്കുന്ന ആ ഭാഗം ഇപ്പോഴും ആ ഒരു ഗ്ലോസി ഫിനിഷ് കൊടുത്തിട്ടില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് ചെവിയിലിരിക്കും. ഗ്ലോസി ഫിനിഷ് ചെവിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എനിക്ക് ഈ ഒരു ഇയർബഡ് ചെവിയിലേക്ക് വെച്ചപ്പോൾ ഇതിനകത്തുള്ള ആ ഇയർ ടിപ്പ് കൊണ്ട് ആകണം കറക്റ്റ് ഒരു ഫിറ്റ് അല്ല, തെറിച്ച് പോകുന്ന തരത്തിലാണ്. പക്ഷേ എടുത്തു പറഞ്ഞിട്ട് കാര്യം, നമ്മൾ അൺബോക്സിംഗിൽ കണ്ടതുപോലെ തന്നെ എക്സ്ട്രാ 3 ജോഡി ഇയർ ടിപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ ഇയർ കനാലിനനുസരിച്ചുള്ള ഇയർ ടിപ്പ് ഇതിനകത്ത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഇയർബഡിലും റൈറ്റ്, ലെഫ്റ്റ് എന്നിവ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. OnePlus ബഡ്സ് പ്രോ 2ലേതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ ടച്ച് കൺട്രോൾ അല്ല നൽകിയിരിക്കുന്നത്. നേരത്തെ ബഡ്സ് പ്രോ 2ലൊക്കെ കണ്ടതുപോലെ തന്നെ സ്ക്യൂസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ സ്ക്യൂസിംഗ് വന്നുകൊണ്ട് ഗുണവും ഉണ്ട് ദോഷമുണ്ട്. സ്ക്യൂസിംഗ് വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾ പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്സിഡന്റൽ ടച്ച് കൊണ്ട് പാട്ട് പോസ് ആവുകയോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും സംഭവിക്കില്ല. അതേസമയം സ്ക്യൂസിംഗ് ആയതുകൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ക്യൂസിംഗ് സാധാരണ ടച്ചിനെ പോലെ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു അല്പം ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു ഭാഗത്ത് സ്ലൈഡ് ചെയ്തുകൊണ്ട് വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനും OnePlus ഇപ്പോൾ ഈ ഒരു ബഡ്സ് 3 പ്രോയിൽ നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ചാർജിങ് കേസിന്റെ ഡിസൈൻ വൈസ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, OnePlus നേരത്തെ പുലർത്തിയിരുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ബഡ്സ് പ്രോ 2ലും അതുപോലെ OnePlus ബഡ്സിന്റെ ഒക്കെ ചാർജിങ് കേസിൽ കണ്ടതുപോലുള്ള ആ ഒരു സ്ക്വയർ ഷേപ്പ് മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ഒരു ഓവൽ ഷേപ്പിലേക്ക് വന്നപ്പോൾ തന്നെയും കുറച്ച് വില കുറഞ്ഞു പോയ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന്റെ ഒരു ഫീലാണ് ഈ ഒരു ഓവൽ ഷേപ്പ് എനിക്ക് പേഴ്സണലി നൽകുന്നത്. മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡ്യുവൽ ഡ്രൈവറുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ വലിയ സ്പീക്കറുകളിലൊക്കെ ബാസിന് വേണ്ടിയിട്ട് വലിയ സ്പീക്കർ
സ്പീക്കറും പിന്നെ അതുപോലെ ഒരു ചെറിയ ട്യൂട്ടറിന് വേണ്ടുന്ന സ്പീക്കറും പോലെ തന്നെ ഇതിനകത്ത് 11mm ഒരു വലിയ ഒരു ഡ്രൈവറും അതുപോലെ തന്നെ 6nm സൈസ് ഉള്ള ഒരു ചെറിയ ട്യൂട്ടർ ഡ്രൈവറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്യുവൽ ഡ്രൈവർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ബാസും ട്രബിളും കൃത്യമായിട്ട് വേർതിരിച്ച് നമുക്ക് ഇതിൽ നിന്നും ആസ്വദിക്കാനാകും. അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. സാധാരണ നോയ്സ് ക്യാൻസലേഷന് അപ്പുറത്തേക്ക് സ്മാർട്ട് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഈ പറയുന്ന അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഓൺ ചെയ്തിട്ടിരിക്കുന്നതെങ്കിൽ നമ്മളിരിക്കുന്ന എൻവയോൺമെന്റിന് അനുസരിച്ചുകൊണ്ട് നോയ്സ് ക്യാൻസലേഷൻ കൃത്യമായിട്ടും സെറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു നോയ്സി ഏരിയയിലാണ് ഇരിക്കുന്നതെങ്കിൽ അതനുസരിച്ച് നോയ്സ് ക്യാൻസലേഷൻ കൂടുതൽ നമുക്ക് നൽകും. എന്നാൽ ഒരു അധികം സൗണ്ട് ഇല്ലാത്ത സ്ഥലത്താണ് ഇരിക്കുന്നതെങ്കിൽ അതനുസരിച്ചുകൊണ്ട് കുറച്ചുകൂടി നോയ്സ് ക്യാൻസലേഷൻ ഓപ്പൺ ആയിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു സറൗണ്ടിങ് സൗണ്ട് അനുസരിച്ചുകൊണ്ട് നോയ്സ് ക്യാൻസലേഷൻ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്ന ഫീച്ചറും ഇതിൽ നൽകിയിട്ടുണ്ട്. 50 dB വരെയുള്ള സൗണ്ടുകളെയാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ബ്ലോക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ ഒരു നോയ്സ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്ത് നോക്കി. എനിക്ക് സാധാരണ പല ഹെഡ്സെറ്റുകളും നോയ്സ് ക്യാൻസലേഷൻ മോഡ് ഓൺ ആക്കുമ്പോൾ ഒരു ചെവിക്കകത്ത് വിരൽ ഇങ്ങനെ ഇട്ട് പ്രസ് ചെയ്യുന്ന ഒരു ഫീലാണ് പലപ്പോഴും വരുന്നത്. അതെനിക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്രയും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കൂടുതലുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ ചെവിയിലേക്ക് വെക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അത് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിലും ഉണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ ബുദ്ധിമുട്ടായിരിക്കാം ഒരു പക്ഷേ എന്തായാലും 50 dB വരെയുള്ള നോയ്സ് ഇൻപുട്ട് ഇത് കട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ബഡ്സ് പ്രോ 2 കണ്ടതുപോലെ തന്നെയുള്ള സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ടും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും നമ്മൾ ആ ഒരു സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ഇതിന്റെ സെറ്റിംഗ്സിൽ നിന്ന് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3D സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കും. മാത്രമല്ല ഹെഡ് ട്രാക്കിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒരു പാട്ട് സ്ട്രൈറ്റ് ഇരുന്ന് കേൾക്കുമ്പോൾ ഈ രണ്ട് സൈഡിൽ നിന്നാണ് സൗണ്ട് വരുന്നതെങ്കിൽ നമ്മൾ തല റൈറ്റിലേക്ക് ചരിക്കുമ്പോൾ ആ ചരിഞ്ഞ ഭാഗം അനുസരിച്ചുകൊണ്ട് സൗണ്ടും തലയ്ക്കൊപ്പം ട്രാക്ക് ചെയ്തുകൊണ്ട് ചരിയുന്ന ഒരു ഫീലും അതാണ് ഈ ഒരു ഹെഡ് ട്രാക്കിംഗ്. അങ്ങനെ ഒരു ഫീലും നമുക്ക് ഇത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു ബാറ്ററി ലൈഫ് പറഞ്ഞാൽ 43 മണിക്കൂർ വരെ നമുക്ക് ഇതിന്റെ ചാർജിങ് കേസ് കൂടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കും. ANC ഓഫ് ആണെങ്കിൽ ഒറ്റ ചാർജിൽ ഈ ഇയർബഡുകൾ തന്നെ 10 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ആണ് നമുക്ക് ഇതിനകത്ത് നൽകുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ട്. വെറും 10 മിനിറ്റ് ചാർജ് ചെയ്താൽ നമുക്ക് 5 മണിക്കൂർ ഉപയോഗിക്കാനുള്ള ചാർജാണ് ഇതിനകത്തേക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒരുവിധമുള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചറുകളും ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് വേണ്ടുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറുകളും ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫാസ്റ്റ് പെയർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ മെയിൽ ഐ ഡി ഒരേ മെയിൽ ഐ ഡി പല ഫോണുകളിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളാണെങ്കിൽ അതിൽ ഒരെണ്ണത്തിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബാക്കിയുള്ള ഫോണുകളിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്ന ഈ ഒരു ഡിവൈസിന് അത് മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 2000 രൂപ വില വരുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ പോലും മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി ബ്രാൻഡുകൾ കൊടുത്ത് കാണുന്നുണ്ട്. അത് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോണിലും ഒരു ടാബിലും ഒക്കെ വേണമെങ്കിൽ ഒരേ സമയം അല്ലെങ്കിൽ 2 ഫോണിലൊക്കെ ഒരേ സമയം നമുക്ക് ഇത് പെയർ ചെയ്ത് ഉപയോഗിക്കാം. ഏത് ഫോണാണ് അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണ് ആ സമയം ഉപയോഗിക്കുന്നത് അതിൽ നിന്നുള്ള സൗണ്ട് ആയിരിക്കും നമുക്ക് ഔട്ടായിട്ട് ലഭിക്കുന്നത്. ഓരോ ഇയർബഡിലും 3 മൈക്കുകൾ വീതമാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ വോയിസ് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ നമ്മളിപ്പോൾ ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ കൃത്യമായി ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 മൈക്കുകൾ വീതം നൽകിയിട്ടുണ്ട്. അവിടെയും നമ്മളിപ്പോൾ ഭയങ്കര നോയ്സി എൻവയോൺമെന്റിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടുത്തെ ആ ഒരു ഔട്ടർ നോയ്സും കട്ട് ചെയ്ത് നമ്മുടെ സൗണ്ടിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന തരത്തിലായിരിക്കും ഇതിന്റെ ഒരു സൗണ്ട് ക്യാപ്ചറിംഗ്. IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് നൽകിയിട്ടുള്ള ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിന് 94 മില്ലി സെക്കൻഡിന്റെ ലോ ലേറ്റൻസിയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ലോ ലേറ്റൻസി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഗെയിം മോഡിലേക്ക് ഇതിന്റെ സെറ്റിംഗ്സിൽ നിന്ന് നമുക്ക് എനേബിൾ ചെയ്താൽ ആ കേൾക്കുന്ന സൗണ്ടും നമ്മൾ കാണുന്ന വിഷ്വലും തമ്മിലുള്ള ഡിലേ പരമാവധി കുറയ്ക്കും. ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന 94 മില്ലി സെക്കൻഡ് അത്രയും തന്നെ ആ ഒരു ലോ ലേറ്റൻസി കിട്ടണമെങ്കിൽ OnePlus ഫോണുകളിൽ തന്നെ അതിന്റെ അൾട്രാ ഗെയിം മോഡ് എനേബിൾ ചെയ്തുകൊണ്ട് അതിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന 94 മില്ലി സെക്കൻഡ് നമുക്ക് മാക്സിമം തന്നെ ആ ഒരു ലോ ലേറ്റൻസി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പല ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകളും സത്യം പറഞ്ഞാൽ ഞാൻ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കി. അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം ഞാൻ വളരെ പേഴ്സണലായിട്ട് അടുത്തിടെ ഇറങ്ങിയ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒന്നുണ്ട്. അത് മോട്ടോയുടെ ബഡ്സ് പ്ലസ് എന്ന് പറയുന്ന ബോസ് ട്യൂൺഡ് ആയിട്ടുള്ള ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ്. ഇതാണ് ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് ഇത്രയധികം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനെ സംബന്ധിച്ച്. എൻ്റെ പേഴ്സണലായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു സ്റ്റെമ്മിന്റെ ലെങ്ത് വളരെ കുറവായിരിക്കണം. അത് ഇതിനകത്ത് കറക്റ്റായിട്ട് അത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെവിയിൽ വെച്ചാൽ ചെവിയിൽ വെച്ചിരിക്കുന്നു എന്ന ഫീൽ വരരുത്, വെയിറ്റ് കുറവായിരിക്കണം, അത് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ചെവിയിൽ കൃത്യമായിട്ടുള്ള ഫിറ്റ് ആയിരിക്കണം, അത് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകുന്നത്. ഞാൻ മോട്ടോ ബഡ്സ് പ്ലസിനെ പറ്റിയാണ് പെട്ടെന്ന് ചുരുക്കി പറയുന്നത്. അതുപോലെ തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ ഓൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് ക്രിയേറ്റ് ചെയ്യരുത്. സൗണ്ട് ക്വാളിറ്റി ഓക്കെ ആയിരിക്കണം. ഇതെല്ലാം ഉതകുന്ന തരത്തിലുള്ള ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ആണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മോട്ടോ ബഡ്സ് പ്ലസ്. അതുമായിട്ടാണ് ഞാൻ ഇവിടെ എൻ്റെ ഈ ഒരു OnePlus Buds 3 Pro എന്ന് പറയുന്ന ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയത്. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് കണ്ടില്ല, ഈ ഒരു സ്റ്റെമ്മിന്റെ ലെങ്ത് മോട്ടോ ബഡ്സ് പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം കൂടുതലാണ്. അത് എനിക്കൊരു അല്പം ഇറിറ്റേറ്റ് ചെയ്യണം. എനിക്ക് ഈ സ്റ്റെം ലെങ്ത് കൂടി കഴിഞ്ഞാൽ വളരെ ഇറിറ്റേറ്റ് ചെയ്യണം. കാണാൻ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു ഭംഗിക്കുറവ് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു സ്റ്റെമ്മിന്റെ
കേബിളിൻ്റെ ലെങ്ത് കൂടുതലാണ്. മാത്രമല്ല ഈ ഭാഗം ഗ്ലോസി കൊടുക്കണ്ടായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഏതൊരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റും ഒരു മാറ്റ് ഫിനിഷിൽ വരുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. കാരണം നമുക്ക് ആ ടച്ച് കൺട്രോളുകൾ ഉപയോഗിക്കാനായാലും കയ്യിൽ പിടിക്കാനായാലും ഇല്ലേ, കയ്യിൽ ഇപ്പം നമ്മൾ ട്രെയിൻ യാത്രയിൽ ഇതൊന്ന് കയ്യിൽ പിടിച്ചാൽ കയ്യിൽ നിന്ന് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗം ഗ്ലോസി ആയതുകൊണ്ട് തന്നെ ട്രെയിനിലൊക്കെ വെച്ച് തെറിച്ച് പോയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു ഭാഗം ഗ്ലോസി വേണ്ടായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. സൗണ്ട് ക്വാളിറ്റിയിൽ തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ, അതായത് ബഡ്സ് പ്ലസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു 10 ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുന്ന ഒരു പാട്ട് നമ്മൾ ഈ 2 ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താൽ OnePlusന്റെ ഈ ഒരു ബഡ്സ് 3 Pro എന്ന് പറയുന്ന ഹെഡ്സെറ്റിൽ നമുക്ക് ആ 10 ഇൻസ്ട്രുമെന്റിലെയും സൗണ്ട് കൃത്യമായിട്ട് കേൾക്കാൻ സാധിക്കും. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇവിടെ മോട്ടോയുടെ ബഡ്സ് പ്ലസിലേക്ക് വന്നാൽ നമുക്കൊരു 8 ഇൻസ്ട്രുമെന്റിന്റെ സൗണ്ടേ കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും. വളരെ ഫ്രീക്വൻസി കുറഞ്ഞ ചില സൗണ്ടുകൾ നമുക്ക് ഈ ബഡ്സ് പ്ലസിൽ മോട്ടോയിൽ കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് ഈച്ച് ആൻഡ് എവറി സൗണ്ട് നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയ നേട്ടമാണ്. മാത്രമല്ല ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനകത്ത് ഗോൾഡൻ സൗണ്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചെവിയുടെ കേൾവി ശക്തി കൃത്യമായിട്ട് അതനുസരിച്ച് കൊണ്ട് ഇതിന്റെ സൗണ്ടിനെ ട്യൂൺ ചെയ്യാൻ സാധിക്കും. ഒരു ഇയർ ടെസ്റ്റ് നടത്തിക്കൊണ്ട് ഇപ്പം ചിലർക്ക് ഇടതേ ചെവിയിൽ നിന്നുള്ള സൗണ്ട് കേൾക്കുന്നത് ഒരു അല്പം കുറവാണെങ്കിൽ അതനുസരിച്ചുകൊണ്ട് ആ ഇടത് സൈഡിലെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ നിന്ന് വരുന്ന സൗണ്ടിനെ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന ഈച്ച് ആൻഡ് എവറി ഫ്രീക്വൻസിയിലുള്ള സൗണ്ടിനെ എല്ലാം ഈ ഇയർ ടെസ്റ്റിൽ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അത്തരത്തിലൊരു മികച്ച സൗണ്ട് പ്രൊഫൈൽ നമുക്ക് വേണ്ടി നൽകുന്നത്. ഓരോരുത്തർക്കും അവരുടെ ചെവിയുടെ കേൾവി ശക്തി അനുസരിച്ചുകൊണ്ടുള്ളൊരു പ്രൊഫൈലൊക്കെ നൽകാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിൽ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാകണം നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി എല്ലാ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് നമുക്ക് കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ ഈ ഒരു ബഡ്സ് 3 Pro എന്ന് പറയുന്ന പ്രോഡക്റ്റിനകത്ത് സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. മാത്രമല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സൗണ്ട് കസ്റ്റമൈസേഷനും ഇതിനകത്ത് സാധ്യമാണ് എന്നുള്ളത് വലിയ കാര്യമാണ്. ഡൈന ഓഡിയോയുടെ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൗണ്ട് കസ്റ്റമൈസ് ചെയ്ത് മികച്ച വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡുകളിൽ ഇപ്പോൾ ബാസ് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് സൗണ്ട് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഇതിനകത്ത് സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും എനിക്കിതിനകത്ത് ചെറിയൊരു കുറവായിട്ട് തോന്നിയത് ഇതിനകത്തുള്ള കാതടപ്പിക്കുന്ന ശബ്ദമാണ്. നമുക്കൊരു 100%-ിലൊന്നും വോളിയം നമുക്ക് ഇതിനകത്ത് കേൾക്കാനേ പറ്റില്ല. ഒരു 75-80% വോളിയം വെച്ചാൽ നമുക്ക് നോർമൽ ആവശ്യമുള്ള സൗണ്ട് കിട്ടുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹെവി സൗണ്ടാണ് ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നൽകുന്നത്. അത് ചിലർക്ക് ഒരു പക്ഷേ ഗുണമായിരിക്കും, ഇത്രയും സൗണ്ട് ഉണ്ടല്ലോ എന്ന് ചിലർക്ക് തോന്നാം. പക്ഷേ എനിക്ക് അത്രയും ഓവർ വോളിയം എനിക്ക് കുറച്ചൊരു അരോചകമായിട്ട് തോന്നി. ഒന്നുമില്ല, വോളിയം കുറച്ച് വെച്ചാൽ അത് തീരാവുന്നൊരു പ്രശ്നമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ സൗണ്ട് പ്രൊഫൈലിൽ ബാസ് എനിക്ക് ഈ പറഞ്ഞ പോലെ ബാസിനും ട്രബിളിനും എല്ലാം ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇപ്പം നമ്മൾ മാക്സിമം ബാസ് കൂട്ടി വെച്ചാൽ പോലും ആ ട്രബിളിനും അവിടെ അതുപോലെ തന്നെ പ്രാധാന്യം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സൗണ്ട് പ്രൊഫൈലിൽ എന്നുള്ളതും ഇത് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ എല്ലാ സൗണ്ടുകളെയും നമുക്ക് കൃത്യമായിട്ട് വേർതിരിച്ച് കേൾക്കാൻ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ OnePlus Buds Pro 2 എന്ന ഇതിൻ്റെ മുൻഗാമി ടെക് ക്രിയേറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് അപ്രീസിയേഷൻ നൽകിയ ഒരു പ്രോഡക്റ്റ്, മികച്ച ഒരു പ്രോഡക്റ്റ് എന്ന് തെളിയിച്ച ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ ഇതിൻ്റെ മുൻഗാമിയായിട്ടുള്ള OnePlus Buds Pro 2. അപ്പോൾ Buds Pro 2-ൽ നിന്ന് അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ Pro 2 ഉണ്ടാക്കി വെച്ച ആ ഓളത്തിൽ നിന്ന് ഒരിക്കലും താഴോട്ട് പോകാതെ ഒരെണ്ണമായിരിക്കണം തയ്യാറാക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ OnePlus ഈ Buds 3 Pro ഡിസൈൻ ചെയ്തപ്പോൾ ഒരു അല്പം വിയർപ്പ് ഒഴുക്കി കാണും എന്ന കാര്യത്തിലും സംശയമില്ല. അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ആക്ച്വലി OnePlus Buds 2 Pro വിറ്റത് 11,999, അതായത് 12,000 രൂപയ്ക്കാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കാം. ഒരു പക്ഷേ അതിൽ നിന്ന് ഒരു അല്പം കൂടെ മുകളിലേക്ക് പോയാലും സംശയിക്കേണ്ട, ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്. നിലവിൽ എനിക്ക് ഇതിൻ്റെ പ്രൈസ് അറിവായിട്ടില്ല. എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം.